ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടാകില്ല. കുട്ടിയൊന്നും കണ്ട് എത്തിക്കാനുള്ളത് നിങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ടുണ്ട്. എത്തിച്ചില്ല, അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വീട്ടിലൊപ്പരെ പോകണം, അപ്പോൾ നിങ്ങളും അവനും ഒപ്പരാവില്ലേ, ഞങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്ന നല്ലതല്ലേ, അവൻ അടുക്കാൻ എത്തൂല, വൈകുന്നേരം എത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അതുണ്ടായിട്ട് പോയിക്കുമ്പോൾ അതൊക്കെ എല്ലാ മക്കളും നമ്മളിപ്പോ പോരാൻ തന്നെ കാരണം അതാണ്. അപ്പൊ റെയിലിനെ കയറ്റി വിടുകയാണെങ്കിൽ അവിടെ എന്താ പറയുക, യാതൊരു കാലത്തുമില്ല. നേരെ എയർപോർട്ട് കൊണ്ടുപോയിട്ട് എയർപോർട്ട് കയറ്റി വിടുക. അപ്പൊ നമുക്ക് ഒപ്പം കൂട്ടി പോരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകുന്നത്. പ്രതീക്ഷയൊക്കെ കോലത്തിലാണ്. ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാജനം സ്വീകരിച്ച് ഈ മാപ്പുസാക്ഷി അല്ലെങ്കിൽ മാപ്പ് നൽകിയ കോടതി മറ്റൊരു ബെഞ്ചിൽ സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബം മാതാവ് പ്രതികരിക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുമെന്നുള്ളൊരു വാർത്ത അല്പസമയം മുൻപ് വന്നിരുന്നു. ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടായിട്ടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷമാകും കേസ് വീണ്ടും പരിഗണിക്കുക എന്നതാണ്. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്ന്. ജലീൽ, വീണ്ടും വൈകുകയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അമ്മയും മകനും. പക്ഷേ അദ്ദേഹം തിരികെ എത്തുന്നത് കാത്തിരിക്കുകയാണല്ലോ ഒരു നാടാകെ. അനുജ, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനം ഇനിയും വൈകും എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത്. റിയാദിലെ ക്രിമിനൽ കോടതി ഇപ്പോൾ അല്പം മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ ആ കേസ് വീണ്ടും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. 15 ദിവസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വിധി പറയും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ജയിൽ മോചന ഉത്തരവ് ഇന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ തന്നെ ഈ വധശിക്ഷ റദ്ദാക്കിയോടെ തീർന്നിരുന്നു. ഇപ്പോൾ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ശിക്ഷകളൊന്നും ഇല്ലാതെ ജയിൽ മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. റിയാദ് ക്രിമിനൽ കോടതിയുടെ പുതിയ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. സൗദി സമയം രാവിലെ 9 മണി, ഇന്ത്യൻ സമയം ഏതാണ്ട് 11:30 മണിയോടെ കേസ് പരിഗണിച്ചു. ഓൺലൈൻ വഴി അബ്ദുറഹീമും അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഈ കോടതിയിൽ ഹാജരായി. അതോടൊപ്പം തന്നെ എംബസി പ്രതിനിധിയും പവർ ഓഫ് അറ്റോർണിയും അതുമായി ബന്ധപ്പെട്ട ഓഫീസിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നിരാശാജനകമായ ഒരു അറിയിപ്പാണ് ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2006 അബ്ദുറഹീം ജയിലിലാകുന്നത്. 18 വർഷത്തിന് ശേഷം ഉമ്മ സൗദിയിൽ വന്ന് അബ്ദുറഹീമിനെ കാണുന്ന ഒരു സാഹചര്യം ഏതാനും ദിവസം മുമ്പ് ഉണ്ടായി. 15 മില്യൺ റിയാൽ മലയാളികൾ സമാഹരിച്ച് ദയാധനം കൊടുത്തതിന്, ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് കൊടുത്തതിന് ശേഷമാണ് വധശിക്ഷ കഴിഞ്ഞ ജൂലൈ 2 റദ്ദാക്കിയത്. ഇനി മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. ഇനിയും അത് വൈകും എന്നാണ്. അതെ, ഇനിയും അത് വൈകും. ഇത് പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സമീർ സി മുഹമ്മദ് കൂടിയുണ്ട് അബ്ദുറഹീമിന്റെ കുടുംബത്തോടൊപ്പം. സമീർ സി മുഹമ്മദാണുള്ളത്. സമീർ, ഇത് കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അവർ വലിയ പ്രതീക്ഷയിലായിരുന്നല്ലോ. അനുജ, വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് ഈ മോചന ഉത്തരവ് ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു കുടുംബം, അതുപോലെ തന്നെ റഹീം നിയമസഹായ സമിതിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ചത്തെ കൂടി മാറ്റിവെച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം മുമ്പ് റഹീമിൻ്റെ മാതാവ് ഫാത്തിമയും ഒപ്പം തന്നെ സഹോദരൻ നസീറും മാധ്യമങ്ങളെ കണ്ടത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കോടതിയിൽ നിന്ന് ഇതുവരെ അവർക്ക് നേരിട്ട് ലഭ്യമായിട്ടില്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് മാറ്റിയതായാണ് വിവരം. അത് വലിയ രീതിയിൽ വേദനയുണ്ടാക്കുന്നു. തങ്ങൾ നേരത്തെ ഉംറക്ക് പോവുകയും അവിടെ വെച്ചുകൊണ്ട് റഹീമിനെ ജയിലിലെത്തിക്കൊണ്ട് കാണുകയും ചെയ്തിരുന്നു. ആ വേളയിൽ റഹീമും പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവച്ചിരുന്നത്. പക്ഷേ അത്രയധികം അവിടെ കാത്തു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ അവർ മടങ്ങുകയും ചെയ്തു. തൊട്ടുപിറകെ റഹീം എത്തും എന്നുള്ള പ്രതീക്ഷയിലുമായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോൾ വീണ്ടും നീളുകയാണ്, കാത്തിരിപ്പ് നീളുകയാണ്. അതിൽ വലിയ വേദനയാണ് കുടുംബം പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ റഹീമിനെ കാണുകയും തുടർന്ന് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അവർ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് അതിൻ്റെ നടപടികളിൽ വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ അവർ കാത്ത് ഓരോ വാർത്തയും അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കാത്തിരിപ്പ് നീളുന്നു എന്നതിൻ്റെ വേദനയാണ് കുടുംബം പങ്കുവെക്കുന്നത്. അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. കേസ് 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ.